ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ്റെ വൃക്ഷത്തൈ നടലിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൗൺസിലർമാർ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും കൂടെ STP പ്ലാന്റിൻ്റെ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുള്ളത്. അവിടെ ഞങ്ങളുടെ വൃക്ഷത്തൈയൊക്കെ നട്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരു പറ്റം സ്ത്രീകൾ മേയറെ തടയുന്നത് കണ്ടു. പിന്നീട് അവരെ പ്രശ്നങ്ങൾ, അവരുടെ കിണറിൽ മലിനവെള്ളം കയറുന്നു, കുടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ വിഷയം. അവർ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടാക്കിയത് പഠനത്തോടിലുള്ള പ്ലാന്റ്, ആ മോശമായിട്ടുള്ള മലിനജലം ട്രീറ്റ് ചെയ്യാനാണ് പ്ലാന്റ് എന്നാണ് അവരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൗണിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, എവിടെയുള്ള ഓവുചാലിലേക്ക് ഒഴുക്കി വിടുന്ന മലിനജലം, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആ മലിനജലം ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ഓടയിലേക്ക് ഒഴുക്കി വിടുന്നത് തടയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവിധാനം വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ല ആധുനിക രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലാന്റ് പ്രവർത്തിക്കുമ്പോൾ ആ പ്ലാന്റിനെതിരായിട്ടാണ് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു വരികയായിരുന്നു. ആ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ കാറിൻ്റെ പിറകെ വന്നു. അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് ബഹളം ഉണ്ടായി. ആ ബഹളം ഉണ്ടായപ്പോൾ അവരിൽ നിന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കാലിൻ്റെ മേലെ കാറ് കയറ്റിയാണോ നിങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ബാബുവേട്ടൻ എൻ്റെ വണ്ടിയിലുണ്ടായിരുന്നു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവരെ കാര്യങ്ങൾ പറഞ്ഞു പോയി. എപ്പോഴാണ് അറിയുന്നത്, കണ്ണൂർ വിഷൻ്റെ ഒരു വാർത്ത വരികയാണ്, അവിടെ ഡെപ്യൂട്ടി മേയറുടെ കാറിൻ്റെ ടയറ് ഒരു സ്ത്രീയുടെ കാലിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ പോയിരിക്കുകയാണെന്ന്. ഇത് തികച്ചും കളവാണ്. കളവ് എന്ന് പറഞ്ഞാൽ അത് വിഷ്വൽ ചെയ്യുന്ന ആളുകളെ ലൈവായി അവിടെ പിടിക്കുന്ന ചാനലുകാരുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അത് പിടിച്ചുകൊണ്ടുണ്ട്. ആ പ്രശ്നം അവിടെ മൊബൈൽ ഫോണിലും അല്ലാതെയും അവിടെ ആളുകൾ അത് പകർത്തിക്കൊണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. എനിക്ക് വേറെ ആരും കാണേണ്ട ആവശ്യമില്ല. കാരണം അവിടെ പാർട്ടി ആളോട് ചോദിച്ചാൽ അത് കിട്ടും. ഒരു മുള്ളു തറച്ച ഒരു പോറൽ പോലും അവരുടെ കാലിൽ വന്നിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കളിയാണ്. കാരണം ഒരു കോർപ്പറേഷൻ്റെ പരിപാടി എല്ലാ ഡിവിഷനുകളിലും ഇന്നത്തെ ജൂൺ 5 പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ കൗൺസിലർ രാവിലെ തന്നെ ചെയ്തത് അവിടുത്തെ ചുറ്റുപാടുമുള്ള വീടുകളിൽ പോയി അവരെയൊക്കെ ക്ഷണിച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടാണ് ഉള്ളത്. കാരണം ഞാൻ ചോദിക്കട്ടെ, ഒരു ഡിവിഷനിൽ വൃക്ഷത്തൈ നടേണ്ട ഏറ്റവും വലിയ ലോകം മുഴുവൻ ഇത് എന്താ പറയുക, വൃക്ഷത്തൈ നട്ട് ഈ പരിപാടി ഇന്ന് ആസൂത്രണം ചെയ്ത് നടക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ കൗൺസിലർ നമ്മളോടൊപ്പം സഹകരിക്കാതെ മാറി നിന്ന് ഈ പ്ലാന്റിനെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടി ആളുകളെ അങ്ങോട്ട് അയച്ചത്. ഇത് ശരിയല്ല. തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോഴുള്ള ഒരു തന്ത്രം മാത്രമാണിത്. അതിൻ്റെ കാരണം അവിടുത്തെ ആളുകളാണ്. എനിക്ക് ചിത്രക്കെതിരെ, അവിടുത്തെ കൗൺസിലർക്കെതിരെ ഒരു പരാതിയില്ല. പക്ഷെ അവിടുത്തെ ജനങ്ങളാണ് പറയുന്നത്. ഇപ്പോഴാണ് കടന്നു വരുന്നത്, ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല, വാർഡിലേക്ക് വരുന്നില്ല, ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ പരാതിയല്ല, ആ പ്രദേശത്തുകാരുടെ പരാതിയാണ്. അപ്പോൾ അതിനെതിരെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് അവിടുത്തെ കൗൺസിലർക്ക് എന്നോട് ഒരു പരാതി ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് അല്ലാത്ത പക്ഷം അവരെയും കൂട്ടി ആശുപത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. ഞാൻ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് സംസാരിച്ച് പിരിഞ്ഞ ആളാണ്. അത് മാത്രവുമല്ല, ചാനലിൽ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് വന്നതിന് ശേഷം മറ്റൊരു ചാനലിൽ അവിടുത്തെ സ്ത്രീകൾ ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോഴും അങ്ങനെ അവരുടെ കാലിൽ ഇങ്ങനെ ഒരു ടയർ കയറി അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആദ്യം ചാനലുകാരോട് പ്രതികരിക്കേണ്ടത് ആ വിഷയത്തെക്കുറിച്ചാണ്. ഒരിടത്തും അവർ പറഞ്ഞിട്ടില്ല. പിന്നീടാണ് അവർ ആശുപത്രിയിൽ പോകുന്നത്. എന്തിൻ്റെ പേരിൽ ആശുപത്രി പോയത് എന്ന് എനിക്കറിയില്ല. അവർ ഇനി എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് അവർ പോയതാണോ എന്നും എനിക്കറിയില്ല. അവിടെ ഒരു പരിക്കും അവർക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി കോർപ്പറേഷനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ചെയ്ത സംഗതിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.